ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് വന്നിരിക്കുന്നത് നമ്മൾ നാടൻ രീതിയിൽ വറുത്തരച്ച് വെക്കുന്ന ചിക്കൻ കറി, ബോയിലർ ചിക്കൻ ഞാനങ്ങനെ നാടൻ രീതിയിൽ വറുത്തരച്ച് വെക്കുന്നതാണ്. ആദ്യം തന്നെ ഒരു ചട്ടിയാണ് ഞാൻ അടുപ്പത്ത് വെച്ചിരിക്കുന്നത്. മൺചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ശേഷം അതിലേക്ക് അല്പം മാത്രം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നാളികേരം ചിരണ്ടി വെച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊന്ന് ഇച്ചിരി മൂത്ത് കഴിയുമ്പോഴത്തേക്കും അതിലേക്ക് വട്ടത്തിലരിഞ്ഞ് വെച്ചിരിക്കുന്ന 2 ചുവന്നുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് പട്ട, ഗ്രാമ്പു, ഏലക്ക, അല്പം കുരുമുളക് ഇവ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് പച്ചമല്ലി അല്പം ഇട്ട് കൊടുക്കാം. പച്ചമല്ലി ചേർത്ത് കൊടുക്കാം. പിന്നെ വത്തൽമുളക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ പെരിഞ്ജീരകം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അല്പം കറിവേപ്പില ഇതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം വീണ്ടും നമ്മളിത് വറുത്ത് ഏകദേശം ഒന്ന് മൂത്തതിന് ശേഷം മാത്രം നമുക്ക് മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് ഇതിലേക്ക് സവാള, തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില ഇവ ആവശ്യമുണ്ട്. ഇനി ഒരു കുക്കറാണ് വെച്ചിരിക്കുന്നത്. കുക്കറിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം അല്പം ഉലുവ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉലുവയിട്ട് പൊട്ടിച്ചതിന് ശേഷം ആദ്യം തന്നെ ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ട് ഒന്ന് വഴറ്റിയതിന് ശേഷം ഞാനിതിലേക്ക് ഈ സവാളയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. സവാള വാടാനായിട്ട് നമ്മളൊക്കെ ചെയ്യാറുള്ള പോലെ അല്പം ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. സവാള ഒന്ന് വഴലട്ടെ. പിന്നെ ഇതിലേക്ക് പൊടികൾ ചേർക്കണം. സവാള ഒന്ന് വഴന്ന് കിട്ടിയതിന് ശേഷം മാത്രം നമുക്കിതിലേക്ക് തക്കാളിയും അല്പം കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. അത് വീണ്ടും ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് അല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മല്ലിപ്പൊടി ഒരു 1/2 ടീസ്പൂൺ 3/4 ടീസ്പൂൺ വേണേൽ ചേർത്ത് കൊടുക്കാം. കാരണം പച്ചമല്ലി ഞാൻ ആ തേങ്ങ വറുത്ത കൂട്ടത്തിൽ ഇട്ട് കൊടുത്തിട്ടുണ്ടല്ലോ. അപ്പോൾ നമ്മൾ ഇവിടെ കുറച്ച് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇച്ചിരി ചിക്കൻ മസാല ഇവിടെ ചേർത്ത് കൊടുക്കാം. അതിട്ടതിന് ശേഷം നമ്മൾ ഈ ചിക്കനും കൂടി ഇട്ട് കൊടുത്ത് ഇത് വീണ്ടും ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഏകദേശം ഈ മസാലയൊക്കെ ഒന്ന് പിടിച്ച് വരണം. മസാലയൊക്കെ ഒന്ന് ചിക്കനിൽ പിടിച്ച് വരുന്ന സമയമാകുമ്പോൾ നമുക്ക് വളരെ കുറച്ച് വെള്ളം ഒഴിച്ച് ഇതൊന്ന് വേവിച്ചെടുക്കാം. കൂടുതൽ മസാല ആവശ്യമുള്ളവർക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ പിന്നെ ഇത് നമ്മുടെ തേങ്ങയൊക്കെ ഒന്ന് തണുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതൊന്ന് നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. ആ സമയത്ത് നമ്മുടെ ചിക്കൻ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഏകദേശം നന്നായി വെന്തിട്ടുണ്ട്. ഞാനിനി അത് ഒരു ചട്ടിയിലേക്ക് മാറ്റുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചട്ടിയിൽ തന്നെ ഇതെല്ലാം ചെയ്യാം. ഞാൻ എളുപ്പപ്പണിക്ക് വേണ്ടിയാണ് ഞാൻ ഈ കുക്കറിൽ വെച്ച് ഈ ചിക്കൻ വേവിച്ചെടുത്തത്. പിന്നെ ഇത് ഒന്ന് തിള വരുന്ന സമയമാകുമ്പോഴേക്കും നമ്മൾ ഇതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ വറുത്തരച്ച കൂട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് ഉടഞ്ഞു പോകാതെ, ഞാൻ ചിക്കൻ ഏകദേശം വെന്തിട്ടുള്ളതുകൊണ്ട് ഞാനൊന്ന് കറക്കിയാണ് എടുക്കുന്നത്. ഉടഞ്ഞു പോകാതെ, അല്ലെങ്കിൽ ഇച്ചിരി വേഗ് കുറച്ചെടുത്താൽ മതിയാവും കേട്ടോ. അതിനുശേഷം പിന്നെ ഞാൻ ഇതൊന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. ആ എണ്ണയൊക്കെ ഒന്ന് തിളഞ്ഞു വരുന്ന സമയമാകുമ്പോഴത്തേക്കും നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്തേക്കാം. പിന്നെ ഒരു ചീഞ്ചട്ടി അടുപ്പത്ത് വയ്ക്കുക. അല്പം തേങ്ങാക്കൊത്ത് ഇട്ട് മൂത്തതിന് ശേഷം അല്പം ചുവന്നുള്ളിയും കറിവേപ്പിലയും കൂടി നമുക്കിട്ട് കൊടുക്കാം. കറിക്ക് ഇച്ചിരി കൂടി മസാലയുടെ ടേസ്റ്റ് കിട്ടാൻ വേണ്ടി അല്പം ചിക്കൻ മസാലയും കൂടി ഒരു 1/2 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതും കൂടി മൂപ്പിച്ച് ഞാൻ ഈ കറിയുടെ മേലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നാടൻ ചിക്കൻ ആണെങ്കിൽ ബെസ്റ്റാണ്. നമുക്ക് നാടൻ ചിക്കനൊന്നും കിട്ടാൻ ചാൻസ് ഇല്ല, കുറവാണ്. പിന്നെ അതുകൊണ്ട് ഞാൻ ബോയിലർ ചിക്കനിൽ ഈ നാടൻ രീതിയിലൊന്ന് വെച്ച് നോക്കിയതാണ്. ഇഷ്ടമായെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുകയും ലൈക്ക് ചെയ്യുകയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണേ.